നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടിയുടെ 3 രാജ്യസഭാ MP-മാർ വാർത്താ സമ്മേളനം നടത്തി തങ്ങൾ ആം ആദ്മി പാർട്ടി വിടുകയാണെന്നും BJP-യിലേക്ക് ചേരുകയാണ് എന്നും അറിയിച്ചത്. തങ്ങൾക്ക് പാർട്ടിയിലെ ആകെ രാജ്യസഭാ MP-മാരിൽ 3-ൽ 2 പേരുടെയും പിന്തുണയുണ്ടെന്നും താമസിയാതെ തന്നെ മറ്റ് 4 MP-മാർ കൂടി തങ്ങളോടൊപ്പം ചേരുമെന്നും രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിലുള്ള സംഘം അറിയിച്ചിരുന്നു. തൊട്ടു പിന്നാലെ ഈ മൂവർ സംഘമടക്കം 7 MP-മാർ BJP-യിൽ ചേരുന്നു. 7 MP-മാരും BJP-യിൽ ചേരുന്നു അല്ലെങ്കിൽ BJP-യിൽ ലയിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകുകയായിരുന്നു. അതായത് ഭരണഘടനയുടെ 10-ാം വകുപ്പ് പ്രകാരം ഇത്തരത്തിൽ ഒരു ലോക്സഭയിലോ രാജ്യസഭയിലോ ഉള്ള ഒരു പാർട്ടിയുടെ മൊത്തം അംഗബലത്തിൻ്റെ 3-ൽ 2 പേരും പാർട്ടി വിട്ടാൽ അവിടെ കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിലുണ്ടാവില്ല എന്ന ഒരു വകുപ്പുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ കൂറുമാറ്റ നിരോധനമടക്കം അയോഗ്യതയിലേക്ക് കാര്യങ്ങൾ പോകില്ല. മുഴുവൻ MP-മാരും മറ്റൊരു പാർട്ടിയുടെ ഭാഗമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ 10 MP-മാരാണ് രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. ഈ 10 MP-മാരിൽ 7 പേരും ഇന്നലെ BJP-യിലേക്ക് വന്നു. വലിയ സ്വീകരണമാണ് BJP ഇവർക്ക് നൽകിയത്. ഈ 7 MP-മാർ സ്വാതി മല്ലിവാളും ഹർഭജൻ സിംഗും രാഘവ് ചദ്ദയും അടക്കമുള്ള പ്രശസ്തരായ MP-മാരാണ്, രാജ്യസഭാ MP-മാരാണ് ഇങ്ങനെ ഇത്തരത്തിൽ BJP-യിലേക്ക് വന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയിൽ അതൊരു വലിയ നേട്ടമായി മാറുകയായിരുന്നു. ആം ആദ്മി പാർട്ടി BJP-യുടെ ഈ ഒരു നീക്കത്തെ അതിനിശിതമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ താമര അത് പഞ്ചാബിൽ നടത്തുകയാണ്. പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയിലും പിൻവാതിലിലൂടെ അധികാരത്തിൽ വരാനാണ് BJP ശ്രമിക്കുന്നത്. ഓപ്പറേഷൻ താമര ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നത് എന്നൊക്കെ അരവിന്ദ് കെജ്രിവാൾ അടക്കം പ്രതികരിച്ചിരുന്നു ഇന്നലെ. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് ശക്തമായ തിരിച്ചടിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പാർട്ടിയുടെ ആകെ ഉണ്ടായിരുന്ന 10 രാജ്യസഭാ MP-മാരിൽ 7 പേരാണ് BJP-യിലേക്ക് പോയിരിക്കുന്നത്. പാർട്ടി കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ആദ്യം മദ്യനയ കുംഭകോണം വരുന്നു. പാർട്ടി അധികാരത്തിലിരുന്ന സമയത്ത് ദില്ലിയിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി നടത്തുകയും 100 കോടി രൂപയുടെ മദ്യരാജാക്കന്മാർക്ക് അനുകൂലമായി മദ്യനയം തിരുത്തിയെഴുതിയതിൻ്റെ ഭാഗമായി 100 കോടി രൂപയുടെ അഴിമതി നടത്തി എന്ന കേസിലാണ് പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രി, ദില്ലിയുടെ ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം പെട്ടത്. പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ, അരവിന്ദ് കെജ്രിവാൾ അടക്കം ഉന്നത നേതാക്കന്മാർ ആ കേസിൽ പെടുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ആണ് ഈ അഴിമതിയുടെ പിൻ പോയിന്റ് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പറയുന്നു. ദീർഘകാലം ജയിൽവാസം അനുഷ്ഠിക്കുന്നു. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയമാണ് ആം ആദ്മി പാർട്ടിയെ കാത്തിരുന്നത്. 22 സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി ഒതുങ്ങുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ദീർഘകാലത്തിന് ശേഷം ദില്ലിയിൽ BJP ഭരണം പിടിക്കുന്ന കാഴ്ച. അവിടെ രേഖ ഗുപ്ത എന്ന വനിതാ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. 48 മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ വിജയം നേടുകയായിരുന്നു. ഇത് ഒരു തിരിച്ചടിയാണ്. രണ്ടാമത്തെ തിരിച്ചടി എന്ന നിലയിലാണ് പാർട്ടിയുടെ MP-മാർ ഇപ്പോൾ BJP-യിലേക്ക് പോയിരിക്കുന്നത്. MP-മാരെ കൂടാതെ MLA-മാരും BJP-യിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എന്നും സൂചനയുണ്ട്. എന്തായാലും വലിയ നേട്ടമാണ് BJPക്ക് ഇതിലൂടെ ലഭിച്ചത്. മറ്റു പാർട്ടികൾ, അതായത് ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിക്കുന്നത് പോലെ ഈ ഓപ്പറേഷൻ താമര വലിയ നേട്ടം BJPക്ക് ഇപ്പോൾ രാജ്യസഭയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് രാജ്യസഭാംഗങ്ങളുടെ എണ്ണം വലിയ രീതിയിൽ BJPക്ക് വർദ്ധിക്കുന്നു. രാജ്യസഭയിൽ ഈ അടുത്ത കാലത്ത് ചരിത്രത്തിൽ ആദ്യമായി BJP 100 സീറ്റ് കടന്നിരുന്നു. 106 അംഗങ്ങളുടെ പിന്തുണയാണ് രാജ്യസഭയിൽ BJPക്കുള്ളത്. എന്തായാലും ഈ ഓപ്പറേഷൻ താമര ഇതാദ്യമായിട്ടല്ല BJP ചെയ്യുന്നത്, അല്ലെങ്കിൽ BJPയിലേക്ക് ഇത്തരത്തിൽ MP-മാർ ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂളിൻ്റെ ഒരു ആനുകൂല്യത്തിൽ പോകുന്നത് എന്നത് മറ്റൊരു കാര്യമാണ്. അത് ചരിത്രത്തിൽ 1-2 തവണ ഇത്തരം നേട്ടം BJP അത് ആവർത്തിച്ചിട്ടുണ്ട്. 2019 ശ്രദ്ധേയമായ ഒരു നീക്കം BJP നടത്തിയത്. അന്ന് തെലുഗുദേശം പാർട്ടി 2019 തെരഞ്ഞെടുപ്പിൽ, സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി തെലുഗുദേശം പാർട്ടിക്ക് നേരിട്ടിരുന്നു. ചന്ദ്രബാബു നായിഡു അന്ന് NDAയുടെ ആയിരുന്നില്ല. വലിയ തിരിച്ചടി ആന്ധ്രാപ്രദേശിൽ ഈ തെലുഗുദേശം പാർട്ടിക്ക് നേരിട്ടു. അതിനെ തുടർന്ന് പാർട്ടിയിൽ ഒരു വലിയ കലാപമുണ്ടാകുന്നു. ആ കലാപത്തെ തുടർന്നാണ് BJPയിലേക്ക് പാർട്ടിയുടെ 6 രാജ്യസഭാ MP-മാരിൽ 4 പേരും BJPയിലേക്ക്
യിലേക്ക് മാറുന്നത്. അതായത് YS ചൗധരിയുടെ നേതൃത്വത്തിൽ TG വെങ്കടേഷ്, CM രമേശ്, G മോഹൻ റാവു എന്നീ രാജ്യസഭാ MP-മാരാണ്, TDPയുടെ രാജ്യസഭാ MP-മാരാണ് രാജിവെച്ച് BJP-യിലേക്ക് പോയത്. ഇത് 3-4 MP-മാർ ഇങ്ങനെ പാർട്ടിയിലേക്ക് വരുന്നു എങ്കിൽ പോലും ഇതൊരു വലിയ നേട്ടം രാജ്യസഭയിൽ BJP-ക്ക് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അന്ന് TDPയുടെ 4 MP-മാരും BJP-യിലേക്ക് വന്നത് TDPയെ സംബന്ധിച്ചിടത്തോളം, തെലുഗുദേശം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി. തെലുഗുദേശം പാർട്ടിയും അതുപോലെ തന്നെ BJP-യും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാക്കാനൊക്കെ ഇത് വലിയ കാരണമായി തീരുകയും ചെയ്തു. 2021 വീണ്ടും സമാനമായ നീക്കം BJP-യുടെ ഭാഗത്ത് നിന്നുണ്ടായി. അന്ന് ലോക് ജനശക്തി പാർട്ടി എന്ന LGP-യിലെ ലോക്സഭാ MP-മാരാണ് ഇത്തരത്തിൽ BJP-യിലേക്ക് പോയത്. വലിയ കലാപം അവർ സൃഷ്ടിച്ചിരുന്നു. അന്ന് LJP-യുടെ, ഇപ്പോൾ NDA-യുടെ ഭാഗമായിട്ടുള്ള LJP അന്ന് NDA-യുടെ ഭാഗമായിരുന്നില്ല. LJP-യുടെ നേതാവായിരുന്ന ചിരാഗ് പസ്വാനോട് പിണങ്ങി വലിയ രാഷ്ട്രീയ കലാപം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അന്നത്തെ MP ആയിരുന്ന പശുപതി കുമാർ പരസിന്റെ നേതൃത്വത്തിലാണ് കലാപക്കൊടി LJP-യിൽ ഉയർന്നത്. അതിനെ തുടർന്ന് LJP-യിലെ MP-മാർ, ലോക്സഭാ MP-മാർ BJP 6 MP-മാരിൽ 5 പേരും BJP-യിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇത് ബീഹാർ രാഷ്ട്രീയത്തിൽ BJP-ക്ക് ഒരു വലിയ മേൽക്കൈ നേടിക്കൊടുത്ത നീക്കം കൂടിയാണ്. പിന്നീട് അങ്ങോട്ട് ബീഹാർ രാഷ്ട്രീയത്തിൽ BJP-യുടെ ഒരു വളർച്ച അത് വലിയ രീതിയിൽ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള നീക്കങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. 2026-ൽ ആം ആദ്മി പാർട്ടി BJP-ക്ക് വലിയ ഭീഷണിയായി ഉയരുമെന്നൊക്കെ കരുതിയ പാർട്ടിയാണ്. ദില്ലിയിൽ അവർ തുടങ്ങുന്നു, പിന്നീട് പഞ്ചാബിലേക്ക് ഭരണം വ്യാപിക്കുന്നു. പക്ഷെ പിന്നീട് തിരിച്ചടികളുടെ കാലമായിരുന്നു അവരെ തേടിയെത്തിയത്. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ 10-ൽ 7 MP-മാരും ഈ 2026-ലെ ഓപ്പറേഷനിലൂടെ BJP-യിലേക്ക് വരികയാണ്. വലിയ നേട്ടമാണ് BJP-ക്ക് രാജ്യസഭയിൽ ഇതിലൂടെ ലഭിക്കുന്നത്. നിലവിൽ BJP-യുടെ അംഗബലം രാജ്യസഭയിൽ 106 MP-മാരാണ്. NDA-ക്ക് മൊത്തത്തിൽ 139 MP-മാർ രാജ്യസഭയ്ക്കുണ്ട്. അതായത് സർക്കാരിന് 139 MP-മാരുടെ പിന്തുണയുണ്ട്. 245 അംഗ സഭയിൽ 123 മെജോറിറ്റി മാർക്ക് എന്നത്. കേവല ഭൂരിപക്ഷത്തിന് 123 വേണം. 139 എന്ന രീതിയിൽ BJP NDA വലിയ രീതിയിൽ ഇപ്പോൾ സേഫ് ആയിട്ടുണ്ട് രാജ്യസഭയിൽ. അതുകൂടാതെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ 7 MP-മാർ കൂടി BJP പാളയത്തിലേക്ക് എത്തുന്നത്. അതോടുകൂടി NDA-യുടെ ഒരു അംഗബലം 139-ൽ നിന്ന് 148-ലേക്ക് ഉയരുകയാണ്. വലിയ നേട്ടം തന്നെയാണ് ഈ രീതിയിൽ രാജ്യസഭയിൽ BJP-ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ രാജ്യസഭാ MP-മാരുടെ ഈ കൂറുമാറ്റത്തിന് പിന്നാലെ ദില്ലിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയെ നേരിടുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ദില്ലിയിൽ 15 MLA-മാർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന സൂചനയുണ്ട്. അവരുമായി ഇപ്പോൾ മനീഷ് സിസോദിയയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും ചർച്ച നടത്തി വരികയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏകാധിപത്യ സമീപനമാണ്, അല്ലെങ്കിൽ ഏകാധിപത്യപരമായ നയങ്ങൾ കാരണമാണ് ജനപ്രതിനിധികൾ പാർട്ടി വിടുന്നത് എന്ന് ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അല്പസമയം മുമ്പ് അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. പഞ്ചാബിലെയും ദില്ലിയിലെയും MLA-മാരാണ് ഇത്തരത്തിൽ പാർട്ടി വിടാൻ ഒരുങ്ങുന്നത്. അവരുടെയും ലക്ഷ്യം BJP തന്നെയാണ് എന്ന സൂചനയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലേക്കായിരിക്കും ആം ആദ്മി പാർട്ടി കടന്നു ചെല്ലുക. അതായത് വ്യത്യസ്തമായ ഒരു പാർട്ടി എന്ന ഒരു ലേബലിലാണ് ആം ആദ്മി പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. UPA സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് ആ സമയത്തുണ്ടായിരുന്ന അഴിമതികൾക്കെതിരെ ഒരു സിവിൽ സമൂഹത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് ഒരു സമരമാർഗത്തിലൂടെ വന്ന സംഘടനയുടെ ഭാഗമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അന്ന് അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങളാണ് UPA സർക്കാരിൻ്റെ അന്ത്യത്തിലേക്ക് കലാശിച്ചത്. അതിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ പ്രക്ഷോഭങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് പിന്നീട് അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമത്തിൽ അണ്ണാ ഹസാരെയുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. അണ്ണാ ഹസാരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ നിലകൊള്ളാൻ തീരുമാനിക്കുന്നു. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അങ്ങനെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് 2013-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ അധികാരം പിടിക്കുന്ന സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി പോകുന്നത്. പക്ഷേ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസുമായി ചേർന്നുകൊണ്ടാണ്
അന്ന് സർക്കാർ രൂപീകരിച്ചത്. പക്ഷേ ആ സർക്കാരിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 2 വർഷത്തിനകം ദില്ലിയിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു. എന്നാൽ 2015 വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കൊണ്ട് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ അധികാരത്തിൽ വരുന്നു. 2020 നടന്ന തിരഞ്ഞെടുപ്പിലും അധികാരം പാർട്ടി നിലനിർത്തുന്നു. എന്നാൽ 2025 ജനുവരിയിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് പാർട്ടി വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളിൽ പെടുകയും അതിനുശേഷം ഈ ജനപിന്തുണ നഷ്ടപ്പെടുകയും അധികാരം നഷ്ടപ്പെടുകയും ചെയ്തത്. അഴിമതിക്കെതിരെ, മദ്യത്തിനെതിരെയൊക്കെ ആണ് നിലപാടെടുത്തുകൊണ്ട് ഒരു രൂപം കൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി. എന്നാൽ അതേ അഴിമതി കേസിലും, മദ്യനയ അഴിമതി കേസിലും ഈ ആം ആദ്മി പാർട്ടി പെട്ടു എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിയുടെ സമുന്നതനായ നേതാക്കന്മാരെല്ലാം ജയിൽവാസം അനുഷ്ഠിച്ചു. അതിൻ്റെ പേരിൽ ഈ അഴിമതി ഏതാണ്ട് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആം ആദ്മി പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ടത്. അപ്പോഴും രാജ്യസഭാ MP-മാരും MLA-മാരും ഒക്കെ ഉണ്ടായിരുന്നു പാർട്ടിക്ക്. പാർട്ടിയുടെ ജനസ്വാധീനം അത് അത്ര കണ്ട് പോയിട്ടില്ല, തിരിച്ചു വരാനാകും എന്നൊക്കെ പാർട്ടി വിശ്വസിച്ചിരുന്ന സമയത്താണ് ഇപ്പോൾ ജനപ്രതിനിധികളുടെ ഒരു വലിയ കൊഴിഞ്ഞുപോക്ക് ആം ആദ്മി പാർട്ടിയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നത്.